സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, വാകത്താനം വെട്ടിക്കുന്ന് പള്ളിയൊക്കെ എനിക്കറിയാം. ഏതാണ്ട് 10-35 വർഷങ്ങൾക്ക് മുമ്പ് അവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ 15 വർഷത്തോളം കോട്ടയം മദ്രാസിലാണ് സേവനം അനുഷ്ഠിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ പിതൃ സഹോദരൻ ഈ പള്ളി വികാരിയായിരുന്നു. ഫാദർ ജോർജ് മട്ടുമേൽ മീനടം പള്ളി വികാരിയായിരുന്നു. അവിടെ കോട്ടയത്ത് അദ്ദേഹത്തിന് 2 തവണ വീതം ഉണ്ടായിരുന്നു. ഇവിടെ 1 തവണകളാണ്. ഈ ദേവാലയം സ്ഥാപിതമായത് 4-ാം നൂറ്റാണ്ടിലാണ്. 4-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ പരിശുദ്ധ ദേവാലയമാണ്. ഈ കണ്ടനാട് ഈ പ്രദേശം പള്ളിയുടെ ഫ്രണ്ട് മുഴുവനും ചരിത്രപ്രസിദ്ധമായ അങ്ങാടിയായിരുന്നു. കണ്ടനാട് അങ്ങാടിയും കണ്ടനാട് പള്ളിയും അതിലെ ആദ്യത്തെ ദേവാലയത്തിൻ്റെ മുഖവാരമാണ് അവിടെ ആ കാണുന്നത്, ആ ഗേറ്റ് വെച്ചിരിക്കുന്നത് ആദ്യത്തെ പള്ളിയുടെ. ഈ പള്ളി ഇത്രയും വലിപ്പത്തിൽ ഇത് പണിതിട്ട് മധുവായാണ് ആദ്യം പണിത്. 115 വർഷത്തോളം കഴിഞ്ഞു. അതിനുശേഷമാണ് പള്ളി പണിത്. ഏതാണ്ട് 100 വർഷത്തോളം അടുത്തുകൊണ്ടിരിക്കുന്നു. 2-3 വർഷം കഴിഞ്ഞ് 100 വർഷം പൂർത്തിയാവും ദേവാലയം. ഇത്രയും വലുതാക്കി പണിത് കഴിഞ്ഞു. ഇത് 3ാമത്തെ ദേവാലയമാണിത്. ആദ്യം ഒന്ന് പണിതു, അതിനുശേഷം 2ാമത് പണിതു, പുതുക്കി പണിതു, 3ാമത്തെ ഇതിൽ പുതുക്കി പണിതിരിക്കുന്നതാണ് ഇത്രയും വലിപ്പത്തിൽ. പിതാക്കന്മാർ വളരെ ശ്രേഷ്ഠമായ നിലയിൽ ചെയ്തു. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ നമുക്ക് റോഡ് സൗകര്യങ്ങളോ വാഹനങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ആ വണ്ടി വരുന്ന റോഡ് നോക്കി അവിടെ ഒരു പുഴയുണ്ട്. അത് വേമ്പനാട്ടുകായലുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വേമ്പനാട്ടുകായൽ പൂത്തോട്ട വഴി മുറിഞ്ഞുപുഴ പൂത്തോട്ട, നിങ്ങൾ ആ വഴിക്ക് വന്നെങ്കിൽ അറിയാം. അവിടെ വൈക്കം അങ്ങനെ വന്ന് കണ്ണീർമുക്കം ബണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ആ ബണ്ട് ഇത് ചെയ്ത് കിടന്ന് വരുന്ന ഇത് പുഴയാണ്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന പുഴയാണ്. അതിൻ്റെ ഇത് കൈത്തോട്ട് ഇതാണ് കോണകത്ത് പുഴ എന്ന് പറയും. കോണകത്ത് പാടങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ആ പുഴയാണ് ഈ പോകുന്നത്. അപ്പോൾ ഈ വേമ്പനാട്ടുകായലിൽ നിന്ന് ഈ പുഴയിലേക്ക് കിടക്കാം. അതിലേക്ക് ചെന്നാണ് ഇത് എത്തിച്ചേരുന്നത്. വേമ്പനാട്ടുകായൽ അറബിക്കടലിൽ എത്തിച്ചേരുന്നു. അപ്പോൾ വാണിജ്യ സൗകര്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈ കണ്ടനാട് അവിടെ പാലമുണ്ട്. കുറച്ച് ഇവിടെ നോക്കി കാണാം. നമ്മുടെ ഒരു കുരിശുണ്ട് അവിടെ നിന്ന് നേരെ കാണുന്നതാണ്. അവിടെ തന്നെ അത് തന്നെയാണ് പുഴ. ആ പുഴയിൽ കൂടിയാണ് കച്ചവട സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിരുന്നത്. അതാണ് ചരിത്രപ്രസിദ്ധമായ കണ്ടനാട്ട് അങ്ങാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 വശവും ഒരുപാട് വീടുകളും കച്ചവട സാധനങ്ങളും ഒക്കെ ആയിരുന്നു. അന്ന് ഇന്നത്തെ മാതിരി ഇത്രമാത്രം ലോകം പുരോഗമിച്ചിട്ടില്ലോ, വാഹനങ്ങളില്ല, റോഡ് സൗകര്യങ്ങളൊന്നും ആയിട്ടില്ല. ഈ വെള്ളത്തിൽ കൂടി ഈ വള്ളം വഴിയൊക്കെയാണ് സാധനങ്ങൾ വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ചരിത്രപ്രസിദ്ധമായ അങ്ങാടിയായിരുന്നു. അങ്ങനെ ഈ പള്ളി ഇത് പണിതു പൂർത്തീകരിച്ചു. ഇതിൻ്റെ ഈ പള്ളിയിൽ ഇരിക്കുന്ന വലിയ പള്ളികൾക്ക് ഇരിക്കുന്ന സ്ഥലമാണ് ശവക്കോട്ടയൊക്കെ ആയിരുന്നു. അതായത് ആദ്യത്തെ ശവക്കോട്ട. ഇപ്പം കിഴക്കുവശത്ത് 2ാമത്തെ ശവക്കോട്ടയാണ്. അത് വലുതാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പള്ളി അകത്തും ഒക്കെ ഇത് അവരുടെ ആൾക്കാരുടെ ഇത് ശൗചര്യമാണ്. ഇത് ശക്രതാമ ബസേലിയോസ്ലാവായുടെ അവരുടെ മണ്ണ്. ഇത് 4ാം മാസമായിട്ടാണ് സഭാഭരണം നടത്തിയത്. 7ാം മാസമായി എല്ലാം ഇവിടെയാണ്. കൊച്ചി മദ്രാസിൽ സാഹിത്യകാരനുള്ള ഈ ദേവാലയത്തിൽ സ്ഥാപിച്ചുകൊണ്ടാണ് കൊച്ചി മദ്രാസിന് ഭരണം നൽകിയത്. അവരുടെ ഇരിക്കുന്നത് 2-3 കിലോമീറ്റർ കോട്ടയത്തുപാറ കടമംഗല പള്ളിയിലാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇടവ് കൂടിയാണ് ഇത്. അതുപോലെ തന്നെ നമ്മുടെ പരിമലം കവറണിയിരിക്കുന്ന യുവാനിമാർ മെത്രാപ്പൊലീത്ത ഈ ഇടവക്കാരനാണ് കരവട്ട് വീട്ടിൽ. അദ്ദേഹത്തെ ഇവിടെ വന്ന് അവിടെ മദ്രാസുമായിട്ട് അവിടെ കവറടങ്ങിയിരിക്കുന്നത്. അതായത് പരിമലത്തിന് വേണ്ടി കവറിൻ്റെ ഒത്തുള്ളതായ കവറുകൾ. ഞാൻ പറഞ്ഞത് എല്ലാവരുടെ ചരിത്രം കൊണ്ട് വളരെയധികം കണ്ണനോട് പടിയോല തീരുമാനങ്ങളുണ്ടായത് ഇവിടെ വെച്ചാണ്. കണ്ടനാട് ഈ പള്ളിയാണ്, കണ്ടനാട് പള്ളിയാണ്. പടിയോല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 3 നാൾ കഴിഞ്ഞ് മാംസവും അതെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള നമ്മളുടെ ആചാരാനുഷ്ഠാന ചിട്ടകൾ മലങ്കര സഭ ഭരണഘടന വരുന്നതിന് മുമ്പ് എല്ലാം നടന്നത് ഈ പള്ളിയിൽ വെച്ചാണ്. ചരിത്രപ്രസിദ്ധമായ കണ്ടനാട് പടിയോല. അതുപോലെ തന്നെ ഈ പള്ളിയിലെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ 2ാമത് കൊച്ചി തിരുവിതാംകൂറിൻ്റെ അതിർത്തി ആയിട്ട് വരും. ഇത് തിരുവിതാംകൂറിലാണ്. ഒരിക്കൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് കൊച്ചി യുദ്ധം ചെയ്ത് പിടിക്കാനായിട്ട് വന്ന കാലഘട്ടത്തിലാണ് ഈ പള്ളിയെല്ലാം തീവച്ച് നശിപ്പിക്കപ്പെട്ടു. ഈ പള്ളി കണ്ടനാട്ട് അങ്ങാടി, അതായത് കൊച്ചി രാജകൊട്ടാരയുടെ അടുത്താണ് കാലത്ത് പോകുന്നതാണ്. അപ്പോൾ ആ ക്ഷേത്രം പൂർത്തീകരിച്ചിട്ടില്ല.
അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായി. മാതാവിൻ്റെ നാമത്തിലെ പള്ളി തികച്ചു നശിപ്പിക്കപ്പെട്ടു പോണതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവർക്ക് പ്രതിസന്ധികളുണ്ടായി. അതവർ വിശ്രമിച്ചപ്പോൾ കണ്ട് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കരം ഒഴിവാക്കി ഈ ദേവാലയം പണിയിച്ചു. അതിപ്പോൾ ഈ രണ്ടാമത് വീട്ടിൽ ഫ്രണ്ടിൽ കല്ലിരിപ്പുണ്ട്. ആ കല്ലിനകത്ത് കൊത്തിവെച്ചിട്ടാണ് രാജാവ് ഇവിടെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം പുള്ളിയുടെ ചുറ്റാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ടെന്നാണ് ദൈവം വഴി കുറച്ച് മാറിയുള്ളൂ അത് മാറിയാണ്. അപ്പോൾ അന്നൊക്കെ ഇവിടെയുള്ള നമ്മുടെ ആളുകൾ ശ്രേഷ്ഠമായിട്ടും കത്തോലിക്ക സമുദായത്തിൽ പോകാതെ ഇവിടെ തന്നെ ഉറച്ച് നിന്നതുകൊണ്ട് ഇവിടെയാണ് ഇതൊക്കെയാണ് ആ ഓട്ടോറിക്ഷ വരുന്ന ഒരു ഉണ്ടായിരുന്നു. കൽക്കുരിശുകൾ ഒറ്റ കരിക്കല്ലിലുള്ള ഓടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് മാറ്റുന്ന ഒരു സാഹചര്യം. അതിൻ്റെ അപ്പുറത്ത് ഒരു കുരിശുണ്ടായിരുന്നു. ആ കുരിശ് ഭാഗത്തിൻ്റെ ഒരു ചെറിയ കുരിശ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ റോഡ് സൈഡിൽ തന്നെയായിരുന്നു ഈ കാണുന്ന റോഡ്. റോഡ് സംഭവിച്ചതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇടവും പുലിയവും കൂടിയൊക്കെ സംബന്ധിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ പള്ളിയിലെ മറ്റുള്ള രീതിയിലുള്ളതായ ഒരുപാട് നമ്മുടെ ഫിലിപ്പോ സർപ്പാച്ച് സുറിയാനി ബൈബിള് തർജ്ജിമ ചെയ്യുന്നത് ഈ പള്ളിമേടയിലിരുന്നാണ്. സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് നമ്മുടെ ബൈബിള് തർജ്ജിമ ചെയ്ത് ഇവിടെ ഇരുന്നാണ്. അതിനകത്ത് വേറെ പലരുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ചരിത്രങ്ങളിൽ കുടികൊള്ളുന്ന ഒരു ദേവാലയമാണ്. വളരെ പുരാതനമാണ്. ഇന്നും അതിൻ്റെ ആ പുരാതനത്തെ സംരക്ഷിച്ചുകൊണ്ട് പോയിരിക്കുന്നു. ഇതെല്ലാം പിതാക്കന്മാർ പണിയിച്ചാണ് ഈ കുരിശെല്ലാം. ഇതെല്ലാം പൂർത്തി 100 ചില വർഷം പഴക്കമുണ്ട്. അതെല്ലാം തങ്കമാണ്. പിന്നെ ഇവിടെ ഈ ഭയങ്കര കേസും വഴക്കുകളും ഒത്തിരി നടന്നിട്ടുള്ളതാണ്. സമുദായ കേസുകൾ വളരെയധികം ദീർഘനാളുകൾ, ഒരുപാട് നൂറ്റാണ്ട് ഒന്നും തന്നെ പറയും. അച്ഛനാണ് അതിൻ്റെ ഏറ്റവും വലിയ ബലിയാടും. ഇല്ല, അതുകൊണ്ടല്ല. എൻ്റെ പിതൃ സഹോദരന് അതിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ അച്ഛനായിരുന്നു. അദ്ദേഹം 60 വർഷക്കാലം ഈ പള്ളി വികാരിയായിരുന്നു. അച്ഛനെ ഇവിടെ എവിടെ അവരുടെ അതിൻ്റെ കാരണം ഒരു അച്ഛനായിരുന്നു. അദ്ദേഹം ഏറാക്കാരനായിരുന്നു. 4 പേര് അതിനകത്ത് കവറടങ്ങിയിട്ടുണ്ട്. ഒരാൾ ഈ തോമസ് കവറടങ്ങിയിട്ടുണ്ട്, ഒരാളങ്ങ് ഇത് സെയ്യോ മാളികയിൽ കവറടങ്ങിയിട്ടുണ്ട്. റോഡസ് ഈ മധുവായിൽ ഇവിടെ കവറടങ്ങി. അങ്ങ് ഇവിടെ സിയോ മാളികയിൽ അവിടെ ഒരു അച്ഛൻ കവറടങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് അവിടെ പോയി വിശ്വകുർബാന അർപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ കവറെടുക്കാൻ ധൂപം വയ്ക്കാനൊക്കെ അവസരം കഴിച്ചു. പുലിക്കോട്ട് പത്രാത്തിൽ പോയി. അത് സഭാ ജനത്തിലുള്ള പട്ടപ്പേൽ ജീവറീസ് പുലിക്കോട്ട് തിരുവേന്ദ്രത്തിൽ ഒരു പുലിക്കോട്ട് തിരുവേന്ദ്ര. അപ്പോൾ അങ്ങനെ എൻ്റെ ഗ്രാൻഡ്ഫാദർ കഴിഞ്ഞിട്ട് എൻ്റെ ഫാദറിൻ്റെ വീടായിരുന്നു. ഇപ്പോൾ ഞാനിവിടെ ആയിട്ട് 20 വർഷമായി. 20 വർഷമായിട്ട് ഭയങ്കരമായ ഫൈറ്റിംഗ് കേസ്. അതിനിപ്പം കേസും കാര്യങ്ങളൊക്കെയാണ്. 48 വർഷക്കാലം നസീവർ നടന്നിട്ടുണ്ടായിരുന്നു ഈ പള്ളി. അപ്പോൾ പള്ളിക്ക് അതിൻ്റേതായ ശോഷണം എല്ലാം ഉണ്ടായിരുന്നു. യാതൊരുവിധ മെയിൻ്റെനൻസ് ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇതെല്ലാം ഈ പെയിൻറ്റിങ് എല്ലാം ചെയ്യിച്ചത് എല്ലാം ഞാൻ തന്നെ ചെയ്യിച്ചതാണ്. പള്ളി നമുക്ക് 2019 സെപ്റ്റംബർ മാസം 6-ാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഏറ്റവും ശ്രേഷ്ഠമായൊരു വിധി, അതായത് 17 വിധിയെക്കാളും ശ്രേഷ്ഠമായൊരു വിധി കിട്ടി എനിക്ക്. ആ കേസ് എത്ര തങ്ങളും എല്ലാം ഇവിടുത്തെ പ്രാർത്ഥന കൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ 20 വർഷമാണ്. അമ്മയുടെ മധ്യസ്ഥതയാണ്. ഇതെല്ലാം സമാധാന അന്തരീക്ഷത്തിൽ ഇപ്പോൾ പോകുന്നു. എന്നാലും ചെറിയ ചെറിയ അക്കച്ചക്കലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അങ്ങനെ പോകുന്നു. ഏതാണ്ട് നമ്മളിപ്പോൾ ഓർത്തഡോക്സുകാർ തന്നെ 1000-500 വീട്ടുകാരുള്ളതുകൊണ്ട് എല്ലാം ഭംഗിയായിട്ടൊക്കെ പോകുന്നു. ഈ താണ് ഈ പെയിൻറ്റിങ് എല്ലാം ഞാൻ നടത്തിയതാണ്. ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യിച്ചതാണ്. 2010 പള്ളി കിട്ടിയതിന് ശേഷം 2-3 കൊല്ലങ്ങൾ കൊണ്ടാണ് ഇനി കുറേ പൂർത്തീകരിക്കാൻ. റോഡ് 115 വർഷം. അത് തങ്കത്തിൻ്റെ പള്ളിയാണ്. തങ്കമാണ്. ഇത് ഒറിജിനൽ തങ്കമാണ്. അത് ഇനി വരികയാണ്. ഒരു അന്ന് പള്ളിക്കുട്ടി ആരോഗ്യത്തിന് ഇതെല്ലാം അന്ന് പ്രാർത്ഥന പണിയിച്ചതാണ്. ഇത് ഞാൻ പണിയിച്ചതാണ്. 2 വർഷം 3 വർഷമായാലും അത് ഇത് ഇവിടെ ഇരുത്തി തന്നെ തേക്കുന്നടിയിലാണ്. അതുപോലെ തന്നെ കാരണം അതിനുള്ള പ്രൊഫഷണൽ കാരണമായിട്ടുണ്ടായിരുന്നു ഈ പണിയാനായിട്ട്. പഠനങ്ങളുണ്ടായിരുന്നില്ല. ദൈവം അതിനെ എല്ലാം നിയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് വളരെ സംതൃപ്തിയുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ നിങ്ങൾക്ക് പുതിയതാണെന്ന് തോന്നുന്നത് കണ്ടു കഴിഞ്ഞാൽ അതേപോലെ തന്നെ അതേ മോഡലിൽ ഈ 2 കുരിശ് പണിയിക്കാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നു. ഞാനത് ഇവിടെ ഇരുത്തി ചെയ്യിച്ചു. എല്ലാ വീടുകളിൽ നിന്നും തേക്കുന്നതിനെയൊക്കെ വെട്ടി കടിയൊന്നും കാശ് കൊടുത്ത് മേടിച്ചില്ല. എല്ലാ വീടുകളിലുണ്ടായിരുന്നു
ഒക്കെ വെട്ടിയാണ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ച് മാസങ്ങളോളം പണി ചെയ്യിച്ച് ഇത് നിർമ്മിച്ചു. നിങ്ങൾ പറയാം, അത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാം. മുകളിൽ അതുപോലെ അത് വലിയ നിങ്ങളുടെ പ്രവർത്തനത്തിൽ അവിടെ വരെയാണ് അതേ അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അഞ്ചെങ്കിലാണ് ഞാൻ കള്ളിയിൽ കൊടുത്തേക്കാണ് ബാക്കിയുള്ളത്. ഇത് അതാണ് ഇതിനുള്ള പോർഷൻ ഇട്ടിരുന്നായിരുന്നു ഞാൻ പറഞ്ഞത്. ഇവിടെ അല്ലായിരുന്നു, താഴത്തായിരുന്നു. ആദ്യത്തെ പള്ളിയിലായിരുന്നു ഒരു കബറടക്കിയിരുന്നത്. 1774 ചക്രത 1828 4 ഇവിടെ ഇരുന്നാണ് ദേവാലയം മത്സ്യ സമാപനം നടത്തിയത്. അവർ ഇവിടെയായിരുന്നു ഒരു അസ്ഥികളെല്ലാം എടുത്ത കബറിയുടെ പള്ളി പുതുക്കപ്പെടുമ്പോൾ മാറ്റി സ്ഥാപിച്ചതാണ് ഇതിന്. അങ്ങനെ എല്ലാ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ഒത്തിരി ഭംഗിയായിട്ടെല്ലാം ചെയ്തു പോകുന്നു. ഇനിയൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ പള്ളിയുടെ ചരിത്രത്തിൽ ഒരു വലിയ സംഭവം നടക്കാൻ പോകുന്നു. വരുന്ന ഞായറാഴ്ച ഭദ്രാസന കർണാടക വെസ്റ്റ് ഭദ്രാസൻ്റെ വാർഷിക സമ്മേളനവും കുടുംബ സംഘവും ഇവിടെ വെച്ച് നടത്താൻ പോകുന്നു. അതിൻ്റെയാണ് ഈ പന്തൽ കാര്യങ്ങളൊക്കെ വരുന്നു. ഭാവാതിരുവേനി സഹായമെത്രാൻ വലിയ, അതുപോലെ തന്നെ കല്ലറങ്ങാണ്ട് പാലാമെത്രാൻ, ഇവരെല്ലാവരും ഇവിടെ വരുന്നു. അവരെല്ലാം സാന്നിധ്യം എല്ലാം ഉണ്ട്, വ്യക്തികളെല്ലാം ഉണ്ട്. ഭദ്രാസനത്തിലെ എല്ലാ പള്ളികളിൽ നിന്നും ധാരാളം ആളുകളെ, ഏകദേശം ഒരു 2000-3000 ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ ഇത് വന്ന് ഇവിടെ സമ്മേളനം നടക്കുകയാണ്. പള്ളിയുടെ ചരിത്രത്തിലേക്ക് ആദ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കാലം മുതൽ ആദ്യത്തെ വഴക്ക് 58 നമുക്ക് കേസ് അനുവദിച്ച് വിട്ട് കോടതിയിൽ നീതിക്ക് ശേഷം ഇവിടെ 12 കൊല്ലത്തോളം സമാധാനമായിട്ടാണ് പോയി. രണ്ട് കക്ഷിയും ഒന്നിച്ച് ഭംഗിയായിട്ടൊക്കെ പോയി. അത് കഴിഞ്ഞ് വീണ്ടും 70-ലും പതുക്കെ ഇളക്കം തുടങ്ങി. അവർ വീണ്ടും വിഘടിച്ചു. 72 പൂർണ്ണമായി, 76 രസീകൾ ഭരണമായി. പിന്നീട് ഈ 2019 സെപ്റ്റംബർ 6-ാം തീയതിയാണ് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കി താക്കോൽ ഞാൻ സേവരുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങി. അമ്മ എനിക്കത് തന്നു. മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ് അമ്മയെ തന്നിരിക്കുന്നത്. കാരണം ഇനി ഇത് ഭംഗിയാക്കി കൊണ്ടുപോകണം. എൻ്റെ ആലയം ഇത് നശിപ്പിച്ച് നാരായണക്കല്ല് ഒഴിച്ചു അവർ ചവിട്ടിപ്പൊളിച്ച് കയറി വന്നു. പക്ഷെ അവർക്ക് ഇതിനകത്തൊരു കുവാനയെല്ലാം പിന്നെ സാധിച്ചിട്ടില്ല. കാരണം ആ പള്ളി അമ്മയുടെ വാതിൽ അമ്മയ്ക്കിട്ട് തൊഴിച്ചിട്ടാണ് വന്നത്. ഉള്ള കാര്യം പറഞ്ഞതാണ്. ആ വാതിലോട്ട് അതായത് 2019 സെപ്റ്റംബർ 6 പറയുന്നത് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ഞാനിതുപോലെ കുർബാന കഴിഞ്ഞിട്ടും അന്ന് കേസ് വിധി ഉണ്ടാവും. ബാബ അന്ന് ദിവ്യേനയാണ്. ദിവ്യേനയോട് പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് മാത്രമേ ഇവിടെ കുർബാനയല്ല ഉള്ളൂ. നമ്മുടെ വീട്ടിലെ തവണയാണ്. അതും വളരെ വിഷമിച്ച് ഉണ്ടാക്കി എടുത്തതുകൊണ്ട് ഒരുപാട് പ്രയാസപ്പെടുത്തുന്നത്. അതിൻ്റെ ചരിത്രം പറഞ്ഞാൽ ഒരുപാടുണ്ട്. അങ്ങനെ ഇത് ചെയ്ത് ഞാൻ കുർബാന കഴിഞ്ഞിട്ട് കാപ്പി വെച്ചിട്ട് വന്ന് ത്രോണസിന് മുമ്പിൽ കിടന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇത് ചെയ്ത്. 11 മണിയായപ്പോഴത്തേക്കും തിരുമേനിയും സുപ്രീം കോടതിയിൽ നിന്ന് വിളിച്ചു. അച്ഛൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്നോട് പറഞ്ഞാൽ അങ്ങനെ അച്ഛൻ പ്രാർത്ഥന ദൈവം കേട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇതിനകത്ത് ഇറങ്ങിപ്പോയി. ഇവിടെ തന്നെയായിരുന്നു. ഇതിൽ തന്നെ കിടന്നത്. അപ്പം തന്നെ എടുത്ത് വെച്ചു. എല്ലാവർക്കും തോന്നി വെച്ചു പ്രാർത്ഥിച്ചു. കാരണന്മാരോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇതിനകത്തിരുന്നു. ശനിയാഴ്ച ആയപ്പോൾ അവരുടെ വീട് തുടങ്ങാനുള്ള സമയമായി. വിധി ഓർഡർ ഒന്നും കിട്ടിയില്ല. വലിയ ഓർഡർ ആയതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞ് കിട്ടി. അപ്പോൾ അവർക്ക് ഇതിനകത്ത് കയറണം, ഇത് ചെയ്യണമെന്നുള്ളതായ ആ ഒരു ഇത് വന്നു. ശനിയാഴ്ച വൈകുന്നേരം 6 മണിയായപ്പോഴത്തേക്കും അവർ പൂട്ട് തുറന്നപ്പോൾ അതിൻ്റെ ആ ചെറിയ വാതിലുണ്ടല്ലോ, അതാണ് പൂട്ട്. അത് തുറന്നാണ് കയറുന്നത്. അതിന് എനിക്കറിയാമായിരുന്നു ഒരു കള്ളത്താക്കോൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത്. റെസ്യൂറിൻ്റെ താക്കോലുണ്ടെങ്കിലും ഒരു കള്ളത്താക്കിയിരുന്നത് എനിക്കങ്ങനെ അറിയാമായിരുന്നു. ഞാനതിൽ 2 നിങ്ങൾ നോക്കിയാൽ കാണാം. ചെറിയ വാതിൽ 2 ബ്രാക്കറ്റ് വെപ്പിച്ചു പണിത് ഈ 19-ാം തീയതി ഇത് വെച്ചു ലോക്ക് ചെയ്തു. കാരണം താക്കോലിട്ട് തുറന്നു കഴിഞ്ഞാൽ അവർ തുറക്കുകയും ചെയ്തു. തുറന്നിട്ട് അവർക്ക് അന്നേരം ഹാലിളകിയത്. തുറന്നു കഴിഞ്ഞപ്പോൾ അതിൽ തുറക്കില്ല. കാരണം അകത്തുനിന്ന് 2 ലോക്ക് കൊടുത്തിരിക്കുന്നത് മാറി അവിടെ കൊണ്ട് നോക്കിയാൽ കാണാം. അത് ഞാൻ ഇതിനകത്ത് എൻ്റെ വീട്ടിൽ 4-5 പിള്ളേരുണ്ട്, ശുശ്രൂഷകനുമുണ്ട്. ഞങ്ങൾ മാത്രമേ ഇത്. ബാക്കി പുറത്ത് നമ്മുടെ ആൾക്കാർ ഒരുപാടുണ്ട്. പോലീസ് ആളുകളും ഭയങ്കര ഇതായി വിധിവത്തത്തിൻ്റെയും ആളുകളുടെ ശ്രമത്തിലുമായി അവരുടെ ആൾക്കാർ. ശനിയാഴ്ചയും ഞാൻ ശനിയാഴ്ച കുർബാന കഴിഞ്ഞ 7-ാം തീയതി. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുന്ന ഒരു രാത്രിയെല്ലാം ഇതിനകത്ത് ഇരിക്കുക. അപ്പോൾ ഇതിലെല്ലാം ഇതിനകത്ത് എങ്ങനെയെങ്കിലും ഒന്ന് കയറിപ്പറ്റാൻ അവർ പലതും നോക്കി. അതിലെല്ലാം ഞാൻ അടുത്തിട്ടിരിക്കുകയായിരുന്നു. അത് കയറിപ്പറ്റാൻ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് പോയിട്ടില്ല. ഇവിടെ തന്നെ ഇരിക്കുകയല്ലേ. ഇപ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്കൊരു പണിയുണ്ട്. എന്നു ചെല്ലുന്നിടത്തെല്ലാം പാവതിരിക്കുന്ന സ്വഭാവമുണ്ട്. കാരണം അവർ കാലം ചെയ്തു പോയ പാവം കാണിച്ചങ്ങനെ അതാണ്. അപ്പോൾ അത് കാരണം അതിക്രമിച്ച് കയറി ഇരിക്കുക, പിന്നെ മാറാണ്ടിരിക്കുക എന്നുള്ള ആ ഒരു പ്രവണത തുടരാനാണ്. പക്ഷെ അതിനൊന്നും ദൈവം ഇടയാക്കിയില്ല. എനിക്ക് ശ്രേഷ്ഠമായ രീതിയിൽ കൂടി
ചവിട്ടിപ്പൊളിച്ച് വന്നപ്പോൾ ഞാൻ ഈ വാതിൽ എല്ലാ വാതിലും 2 വാതിൽ ചവിട്ടിപ്പൊളിച്ച് മുറിയുടെ 2 ഞാൻ ഇതിൻ്റെ അടുത്ത് ഈ വാതിലുണ്ട് ഇത് കുറ്റിയിട്ടേക്ക് ആകത്തുന്ന അപ്പോൾ ഇത് ചവിട്ടിപ്പൊളിക്കാൻ പറ്റില്ല ഇങ്ങോട്ട് ചവിട്ടിയാലും പോരത്തില്ല ഇത് 2 അവിടെയൊക്കെ വന്ന് ചവിട്ടി അതാ വാതിൽ ചവിട്ടിപ്പൊളിച്ച് പുറത്തുള്ളത് ഇത് ചവിട്ടിപ്പൊളിച്ച് ബാക്കിയുള്ള വാതിലെല്ലാം ആഞ്ഞ് തള്ളു ഒരു ചവിട്ട് ഇത് ചെയ്യും ചവിട്ട് പിടിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഞങ്ങൾ പിടിച്ചോടുന്നു കുറച്ച് പോലീസുണ്ട് ആദ്യമുണ്ട് തഹസീൽദാരുണ്ട് ഇവരൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം ചോദിച്ച് അച്ഛന് ഓർഡർ കാണിച്ച് വലിയ താക്കോല് തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ താക്കോല് തരത്തില്ല പള്ളി നിങ്ങളൊരു കാര്യം ചെയ്തേര് താക്കോല് തരണമെന്നുണ്ടെങ്കിൽ 2019 സെപ്റ്റംബർ 6-ാം തീയതി സുപ്രീം കോടതി വിധി ഉണ്ടായില്ല ഇങ്ങനെ ഒരു വിധി ഉണ്ടായിട്ടില്ല നിങ്ങൾ എഴുതി തരാമെങ്കിൽ താക്കോല് ഞാൻ തന്നേക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ റൈറ്റ് വേ ആണ് വിധി ഓർഡർ കാണിക്കാൻ പറഞ്ഞു ഓർഡറിൻ്റെ കിട്ടിയിട്ടില്ല ഓർഡർ കിട്ടുമ്പോൾ കാണിക്കാം വിധി ഉണ്ടായിട്ടെന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ അദ്ദേഹം താക്കോല് തന്നേക്കാം വിധി ഉണ്ടായിട്ട് നിങ്ങൾ എഴുതി തന്നേരും താക്കോല് തന്നേക്കാം പിന്നെ ഞാൻ ഇതിനകത്ത് ഒരു പ്രാവശ്യം അവരോട് സംസാരിക്കാൻ ഇറങ്ങിയോളൂ പിന്നെ ഒരു പറ്റത്തിനുണ്ടായിരുന്നു എനിക്ക് അതേരെ പുറത്തിരുന്ന് സംസാരിച്ചോളം പറഞ്ഞ് ഞങ്ങൾ ഫോണിൽ കൂടി കമ്മ്യൂണിക്കേഷൻ നടത്തും അപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞാൽ അവസാനം അവരിത് തുറന്നു നോക്കി 6 കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവരുടെ കള്ളത്താക്കോട്ട് തുറന്നു നോക്കുമ്പോൾ കിട്ടാതെ വന്നു കഴിയുമ്പോഴത്തേക്കും അത് അത്രയും ആയമുള്ള വാതിലല്ലേ എല്ലാവരും കൂടി ആഞ്ഞ് തള്ളി അപ്പോൾ അതിന് കുറ്റി പറഞ്ഞു പോകും ക്ലോസിറ്റിരുന്ന കുറ്റി എൻ്റെ ആണി പറഞ്ഞു പോകുന്നു അത്രയും കുഴപ്പമില്ല 100 വർഷം അടുക്കുന്നു 100 വർഷം ഉണ്ടാകും അങ്ങനെ പറഞ്ഞു പോകുന്ന കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ തുറന്നു വന്നു അപ്പം ഞാനിത് ഈ വാതിൽ ഓടാൻ പറ്റത്തില്ല പതിക്കാറില്ല അവർ കൊല്ലടാന്ന് പറഞ്ഞിട്ടാണ് കയറി വന്നത് അതൊന്നും നടക്കില്ല എനിക്കറിയാം എന്നെ ഒന്നും തൊടാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയില്ല വേറെ ഒന്നുകൊണ്ടല്ല അങ്ങനെ ഒരു കാവൽ വല എനിക്കുണ്ട് അതെൻ്റെ ഒരു വിശ്വാസമാണ് ഒരു ആത്മവിശ്വാസം ഒരുപാട് പ്രാവശ്യം അവർ ട്രൈ ചെയ്തിട്ടില്ല ഉപദ്രവിക്കാനായിട്ട് പേഴ്സണലായിട്ട് പക്ഷേ എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ എപ്പോഴും എൻ്റെ ഇടവും വല്ലതും 2 പേരുണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട് ഞാൻ ചുമ്മാ പറയുന്നതല്ല ഇപ്പോഴും അത് ആ വിശ്വാസത്തിലാണ് ഞാൻ ധൈര്യമായിട്ട് ഏത് കാര്യം മുന്നോട്ട് അപ്പോൾ ആ പതറില്ല മാറി ഓടുന്നൊരു സ്വഭാവം എനിക്കില്ല അങ്ങനെ ഒരു രീതിയിൽ അത് എന്നെ സംരക്ഷിക്കുന്ന ശക്തി മോളിൽ നിന്നുള്ളതാണ് അതെനിക്ക് നടത്തി തന്നു ഇത് ഇങ്ങനെ പൊളിച്ചു കയറിയെങ്കിലും പോലീസിനോട് ഈ തഹസീൽദാരോടും പറയും ആദ്യയോടും പോലീസ് കമ്മീഷനോട് പറയും നിങ്ങളിവിടെ നിന്നുണ്ടല്ലേ എൻ്റെ പള്ളി ചോട്ടി പിടിച്ചത് നിങ്ങളെ ഞാൻ സമാധാനം പറയിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുകയത് നേരെ പോവുകയത് അപ്പോഴത്തേക്കും അവർക്ക് കാര്യം മനസ്സിലായി പന്തിയല്ലാതെ നിങ്ങളെല്ലാത്തിനെയും പുറത്തിറക്കി പള്ളി അവർ തന്നെ കൂട്ടി പോലീസിനെ അവർക്കൊരു കുർബാന എല്ലാനോ അല്ലെങ്കിൽ പിന്നെ ഈ ചവിട്ടിപ്പൊളിച്ച് കയറിയെങ്കിലും സാധിച്ചില്ല പിന്നെ ഇന്ന് വരെയും സാധിച്ചിട്ടില്ല ദൈവം അതിന് ഇടവരുത്തിയിട്ടില്ല പലപ്പോഴൊക്കെ നോക്കിയിട്ടുണ്ട് ഒന്നും സാധിച്ചിട്ടില്ല ഇതിനകത്തൊന്നും കയറാനും പുറത്ത് ചവിട്ടിൽ വരാനും സമ്മതിച്ചിട്ടില്ല ഇപ്പോൾ ഭദ്രമായിട്ടും ഭംഗിയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നടന്നു പോകുന്നു കുർബാന ശ്രമിച്ചിൽ ആൾക്കാരുണ്ട് എന്നും കുർബാനയുണ്ട് മിക്ക കുർബാന ഉള്ള പള്ളിയാണ് എന്നും സന്ധ്യാവസ്കാരമുണ്ട് ഞാൻ പറഞ്ഞാൽ 20 കൊല്ലമായി ഇതുവരെയും സന്ധ്യാവസ്കാരം ഞാൻ മുടക്കിയിട്ടില്ല ഈ പള്ളിയിൽ ഇത് ഞാൻ 6 മണിയെന്നൊരു സമയമുണ്ടെങ്കിൽ ഇവിടെ എത്തും സന്ധ്യാപ്രാർത്ഥന നടത്തിയിരിക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ട ഞാൻ അതിനുള്ള ക്രമീകരണം ആരെങ്കിലും അച്ഛന്മാർ നമസ്കരിച്ചിരിക്കും